നീ എങ്ങോട്ടാ? മൊബൈലുമായിട്ട് ആ പെണ്ണ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? ഒരു പെണ്ണ്. ഇവിടെ നിന്ന പ്രശ്നം. നീ വേഗം വണ്ടി വിട്. നീ വണ്ടി എടുക്ക്. വണ്ടി നിർത്തണം. ഹരി, ഹരീഷ്ണ, ഇവ പൊങ്ങിയില്ലേ? ഹരീഷ്ണ, 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 ഹരീഷ്ണ. അയ്യോ, താനെന്തിനാ കരയണത്? ഹരി എന്തിയേ? അവൻ കാറിടിച്ച് വെള്ളത്തിൽ പോയി. കാറ് പിടിച്ച് വെള്ളത്തിൽ പോയാ? കാറ് പിടിച്ചല്ലടോ, കാറിടിച്ച് വെള്ളത്തിൽ പോയിന്ന്. അയ്യോ അയ്യോ അയ്യോ, ഹരീഷ്ണ, എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയേ. കാശ് വെള്ളത്തിൽ പോയാ? അയ്യോ അയ്യോ, നിന്ന് കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നോക്കിക്കാതെ ചാടറോ? നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. തന്റെ ടാക്സി ചാർജ് വെയിറ്റ് ചാർജ് വേണം. ചാടറോ? ഗണപതി പപ്പ മോറിയ ഗണപതി പപ്പ, അല്ലെങ്കിൽ അത് വേണ്ട. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ അയാളും പോയി. ആ ചാടിയ പോലീസാണ് ഹരി, അറിയാവോ? ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുമോ? വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്, ഫുള്ളും കിട്ടി. ഓ മൈ ഗോഡ്, മുയ്മോനും മീൻ കൊത്തി തീർന്ന് പൊടി പോലും ഇല്ലല്ല കണ്ടുപിടിക്കാ. ഒന്ന് നോക്കിയേ, അവനാണോ നോക്കട്ടെ. അയ്യോ, ഇത് അവനല്ല, അവനല്ല, അവനല്ല. അവന്റെ കണ്ടത്തിലൊരു വലിയ മറുക ഉണ്ടായിരുന്നോ? അയ്യോ, വേറെ എടുത്തോട്ട് വാ. ഉള്ളതിൽ നല്ല നോക്കിയാണ് സാബ് എടുത്തത്. 3 എടുക്കണ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? അയ്യോ, പെണ്ണായിരുന്നല്ലേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? മര്യാദക്ക് സംസാരിക്കണോ? ഒരു മര്യാദ കരുതി. നീ പോടിയാ എപ്പരാച്ചി. ഇവളൊക്കെ ഉണ്ടല്ലോ, ഒറ്റ അടി വെച്ചെന്നാണെങ്കിൽ പല്ല് 32 താഴെ കിടക്കും. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്ക് എന്താ ചെയ്യും? അപ്പൊ ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ നിന്റെ ലൈസൻസ് അവര് കട്ട് ചെയ്യും. എന്താ പ്രശ്നം? ഇയാൾ എന്നെ കേറി പിടിച്ചു. അത് ശരി, പട്ടാപ്പകല് പെണ്ണുങ്ങളെ കയറി പിടിക്കല്ലേ? അടിക്കണോ? ചേട്ടൻ കൊന്നേ എന്തിനാ? നമുക്ക് ഈ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതല്ലേ. താനെന്തിനാ കരയണത്? കാശ് എന്നില്ലെങ്കിൽ സാബിനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് കരഞ്ഞു പോയതാ. നിങ്ങൾ നീന്തി കളിക്കാതെ ഒന്ന് ഉത്സാഹിച്ച് പണിയെടുക്കണോ? ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കണത്. കാരണം ചോദിച്ചാ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്താ പ്രശ്നം? വണ്ടി ഇടിച്ചെടുത്തും വെള്ളത്തിൽ പോയി. ദൈവമേ, തീ പൊരിച്ചേട്ടൻ. അവിടെയല്ല, ആ ഭാഗത്ത് നോക്ക്. അവിടെ 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 അല്ലേട്ടാ, അവിടെ 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 നോക്ക്. എവിടെ? അവിടെ അവൻ ലവനാണ് വെള്ളത്തിൽ ചാടി സത്യം പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവനാ. പിന്നെ സാബ് എന്തിനാ വെള്ളത്തിൽ ചാടി? അങ്ങനെയെങ്കിലും താനൊന്ന് കുളിക്കട്ടെ എന്ന് കരുതി. ചേട്ടൻ ഒന്നും പറ്റില്ലല്ലോ. നിനക്ക് പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ. പെണ്ണിന്റെ കാർ വന്നു. ഇട നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത്. കണ്ട എയർഫോഴ്സ് വന്ന് ഫയർഫോഴ്സ്. ഈശ്വര, ഇവന്റെ ഡെഡ് ബോഡി കിട്ടല്ലേ ഈശ്വര. ഹരി, നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, ഞാൻ ആ ഫയർഫോഴ്സുകാരെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. ഹരി, ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ആരാടാ ഫയർഫോഴ്സിനെ വിളിച്ചത്? ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വ ജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. ആ സമയത്താണ് അയാൾ അഗസ്തികൂടം പൊക്കിക്കൊണ്ടുവന്നത്. അഗസ്തികൂടല്ല, അസ്ഥികൂടം. എന്തുകൂടെങ്കിലും ആവട്ടെ, എന്തായാലും ചെയ്തത് ശരിയായില്ല. എന്താ അസ്ഥികൂടം പൊക്കിക്കൊണ്ടുവന്നതാ? അതല്ല, ഇനി അസ്ഥികൂടത്തിന് മറുപടി പറയേണ്ടി വരുമോ? എന്റെ എന്തിനാ മറുപടി പറയണത്? അസ്ഥികൂടം ഒന്നും ചോദിച്ചില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും മണവാളൻ ഒരുപാട് കാശ് തന്ന് സഹായിച്ചതാ.
അയാളെ കൊണ്ടേ കുഴപ്പത്തിൽ ചാടിക്കരുതായിരുന്നു. അയ്യോ അയാളല്ല ചാടിയത്, കൂടെ ഉണ്ടായ പോലീസുകാരനാ. ഹരീഷ്ണ, ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടു. ഹരീഷ്ണ, ഇത് തന്നെയാ. ഇതവരാ. മാമുണ്ണി ആയിരുന്നോ? ഹാ ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? ഇനി തപ്പാൻ സ്ഥലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല. ആ ഞങ്ങൾ അവിടെയായിരുന്നു. നീ എങ്ങനെ അറിയാനാണ്? ഫയർഫോഴ്സുകാർ വന്ന് കാശ് ചോദിച്ചപ്പോ നീ വിദഗ്ധമായിട്ട് മുങ്ങിയില്ലേ? നാട്ടുകാര് ഫയർഫോഴ്സിനെ പറ്റിച്ച കുറ്റത്തിന് പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ അമിതാഭ് ബച്ചൻ ഉണ്ടല്ലോ, അമിതാഭല്ല ധർമ്മേന്ദ്ര. ജിജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പേര അടച്ചിട്ടാ പോലീസുകാരെ ഞങ്ങൾ വെറുതെ വിട്ടത്. സർ ടൈം ഈസ് ഓവർ. മേരെ പൈസ ചലത്തെ ഇയാളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തേ. എന്നെ ക്ലോസ് ചെയ്യാനാ? കാശിന്റെ കാര്യം ഒന്നേ. എത്രയാ? 23,330 രൂപ 35 പൈസ ഡിസ്കൗണ്ട്. 23. ആ കാശൊക്കെ കറക്റ്റാ. കണക്കിന്റെ കാര്യത്തിൽ ഈ ഷാരൂഖ് ഖാൻ ഉണ്ടല്ലോ. അയ്യോ ഷാറൂഖ് ഖാൻ അല്ല, എനിക്കറിയാന്നേ ദേവാനന്ദ്. മണവള സാറേ, ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല. കാശൊക്കെ കടയിലിട്ടിരിക്കുക. എങ്കിൽ കടയിലേക്ക് പോവാ. ലോഡായി കിടക്കുക, ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ. ആര് ലോഡായ കാര്യമാണോ നീ പറയണേ? എന്റെ തള്ളേ, ഞാൻ പടക്കത്തിന്റെ ആരോട് പറഞ്ഞത്? 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ? പടക്കം കയറ്റി അയച്ചു കഴിഞ്ഞാൽ കാശ് വരും. അത് വരുമെന്ന് ശ്രമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാ, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. കാശ് കിട്ടുന്നത് വരെ ഇവിടെ കൂടാല്ലേ? ആ മിസ്റ്റർ ധരം, Yes. തല എവിടെയാണ്? തല ഇവിടെ. അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ഓ ആയിക്കോട്ടെ. ഹേ ഭഗവാൻ. ആ മിസ്റ്റർ ധരം, Yes. വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. ആ മാനോ മര്യാദയുള്ള ഒരു തെണ്ടി ഇല്ലടാ ഇവിടെ. അതെ, എന്റെ മോനും നിങ്ങളുടെ പെങ്ങളുമായുള്ള കല്യാണം ഇനി നടക്കില്ല. നടക്കില്ലേ? എന്താ പ്രശ്നം? ഒരു സ്ത്രീ ലംബടന്റെ പെങ്ങളെ എന്റെ മോന് വേണ്ട. ദേ, പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ. ഓക്കരത്തിന് കാണിച്ച് ഇവനാ നിങ്ങളുടെ പുന്നാര അനിയൻ. എന്റെ മുതലാളി സേട്ടുവിന്റെ ഒരേ ഒരു മകളെ പട്ടാ പകല് നട റോഡിൽ വെച്ച് ചാടി വീണ് കേറി പിടിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ചു. എന്താടേ കേൾക്കുന്നത്? അതാ കാറ് വന്ന് ബൈക്കിലിടിച്ച പ്രശ്നമായിട്ടാ. പിടിച്ചു എന്നുള്ളത് നേരാ, പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. ഓ അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കരാ. ഇവനെ പോലൊരുത്തുള്ള വീട്ടിൽ എന്ത് വിശ്വസിച്ചാ എന്റെ മോനെ പറഞ്ഞയക്കുന്നത്? ഒരു ദുർബല നിമിഷത്തിൽ അവൻ എന്റെ മോനെ കയറി പിടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഈ കല്യാണം നടക്കില്ല. സംസ്കാരമില്ലാത്തവൻ. ഏട്ടാ, ഞാൻ ഹലോ. താൻ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ എത്ര നേരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കാത്തു നിന്നറിയോ? എനിക്കിന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒന്നും പറയണ്ട. ഒരു അഹങ്കാരി പെണ്ണിന്റെ കാർ വന്ന് എന്റെ ബൈക്കിലിടിച്ചു. ഞാനും കൂടെ ഉണ്ടായിരുന്നാൽ വെള്ളത്തിൽ പോയി. എന്നിട്ട് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ ട്രേസ് ചെയ്ത് പിടിച്ച് വായി തോന്നി ചീത്ത പറയുകയും ചെയ്തു. ഇപ്പൊ ആകെ പുലിവാലായി. അതെന്താ? അവളുടെ തന്ത ഏതോ ഒരു കോടീശ്വരൻ സേട്ടുവാ. അയാളുടെ മാനേജറുടെ മകനും എന്റെ പെങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. കല്യാണം മുടക്കാൻ പഴുതു നോക്കി നടന്ന അയാൾക്ക് ഇതൊരു കാരണമായി. ഇത് സംസാരിച്ചു തീർക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. ഇയാള് നേരെ ചെന്ന് ആ പെൺകുട്ടിയോട് മാപ്പ് പറയാ. ഏയ് മാപ്പൊന്നും മാപ്പ് പറയാതെ ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നണില്ല. പറയാല്ലേ.